മലയാളത്തിലെ ജനകീയ കവിത കണ്ണടയ്ക്ക് 25 വയസ്സ്. കന്നഡ പിറന്ന നാട്ടിലെ റൈസിംഗ് സ്റ്റാർ ഗ്രന്ഥശാലയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കന്നഡയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു. നവോത്ഥാന പുരോഗമന പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരോടിയ ഇടങ്ങളാണ് കാട്ടാക്കടയും പരിസര പ്രദേശങ്ങൾ. നാടകരംഗത്തും സാഹിത്യത്തിലും പ്രതിഭ തെളിയിച്ച ഒട്ടേറെ പ്രതിഭകളുടെ പാരമ്പര്യം ഈ നാടിനുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേ അറ്റത്തെ കണ്ണികളിൽ ഒരാളായ ശ്രീ മുരുകൻ കാട്ടാക്കട അദ്ദേഹം രചിച്ച കണ്ണട എന്ന കവിത അതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ആ പാരമ്പര്യം ഒന്നുകൂടി ആഘോഷിക്കുകയാണ്. കാട്ടാക്കട MLA അഡ്വക്കേറ്റ് IB സതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ MLA കടകംപള്ളി സുരേന്ദ്രൻ, അരുവിക്കര MLA G. സ്റ്റീഫൻ, സൂര്യ കൃഷ്ണമൂർത്തി, ചലച്ചിത്ര സംവിധായകൻ TK രാജീവ് കുമാർ, ചലച്ചിത്ര സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ VK സനോജ്, ഗായകനും സംഗീത സംവിധായകനുമായ ഡോക്ടർ ജാസി ഗിഫ്റ്റ്, ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്, സിനിമാ സംവിധായകൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ഗായകൻ പന്തളം ബാലൻ, പങ്കജകസ്തൂരി MD, ഡോക്ടർ J. ഹരീന്ദ്രൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. കന്നഡയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ചെയർമാൻ ഡോക്ടർ BS ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ റാപ്പ് ഗായകൻ വേടന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് 100-ലധികം കലാകാരന്മാർ അണിനിരുന്ന ഡാൻസിംഗ് പോയട്രി എന്ന സ്റ്റേജ് മെഗാ ഷോയും അരങ്ങേറി. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവം എന്ന പരിപാടി ഫെബ്രുവരി 15 സമാപിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.